വെൽക്കം ടു മെഷീനറി വേൾഡ്. നമസ്കാരം മാഡം. ഹായ് മാഡം, ഇവിടെ ഈ ഡിസ്പ്ലേയിലുള്ള മെഷീൻസ്, പിന്നെ ഇതിൻ്റെ യൂസസ്, ആപ്ലിക്കേഷൻസ്, മറ്റ് ഫീച്ചേഴ്സ് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹായ്, ഞാൻ ആൻഡ്രിയ. ഞങ്ങൾ സോൾവർത്ത് ഇക്കോടെക് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ്. ഞങ്ങൾ 2016 മുതൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഞങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റിനാണ് മോസ്റ്റ്ലി ഈ മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ മെഷീൻ്റെ പേരാണ് ലൈക്ക് ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ മെഷീൻ. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണിത്. ഞങ്ങൾക്ക് ഏറ്റവും ചെറിയ കപ്പാസിറ്റിയാണിത്. 50 kg ആണ് ഈ മെഷീൻ ഇവിടെ ഇരിക്കുന്നത്. 50 kg ഇതിനകത്ത് പ്രോസസ്സ് ചെയ്യുമ്പോൾ 5 kg ആയിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് വളരെ സിമ്പിളാണ്. ബേസിക്കലി ഇവിടെ നമുക്ക് ഫുഡ് വേസ്റ്റ് ആഡ് ചെയ്യുന്ന സ്ഥലമാണിത്. എന്ത് ടൈപ്പ് ഫുഡ് വേസ്റ്റ് ആണെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഫുഡ് വേസ്റ്റ്, കിച്ചൺ വേസ്റ്റ്, ഡ്രൈ ലീവ്സ്, ഫിഷ്, മീറ്റ്, എഗ് ഷെൽസ്, അങ്ങനെ ലൈക്ക് എന്ത് ടൈപ്പ് ഓഫ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് നമുക്ക് ഈ മെഷീനകത്തോട്ട് ആഡ് ചെയ്യാം. അഡിറ്റീവ്സോ ബാക്ടീരിയ ഒന്നും ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഫുഡ് വേസ്റ്റ് മാത്രം ഇട്ടാൽ മതി. ആൻഡ് ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ വി ഹാവ് എൻ അജിറ്റേറ്റർ ഇൻസൈഡ്. അജിറ്റേറ്റർ വെച്ചിട്ടാണ് ഈ ഫുഡ് വേസ്റ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ അജിറ്റേറ്റർ നമ്മൾ ഇതിനകത്ത് ഫുഡ് വേസ്റ്റ് ഇട്ടതിന് ശേഷം വേസ്റ്റിനെ നമ്മൾ റീകുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ക്രഷ് ചെയ്തൊരു ബ്രിറ്റൽ ഫോമിലോട്ടാക്കും. അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടൻസ് ചെയ്ത് ഡ്രെയിൻ ഔട്ടാണ് ചെയ്യുന്നത്. ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പൈപ്പ് ഉണ്ട്. നമ്മൾ മെഷീൻ്റെ ബാക്കിൽ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് വെച്ചിട്ടാണ് കുറച്ചായിട്ട് വെള്ളം അത് ഇങ്ങനെ പോകും. അതൊരു ക്ലിയർ വാട്ടർ ഫോമിലാണ്. ബാക്കി വരുന്ന വേസ്റ്റാണ് നമ്മൾ ഈ ഒരു ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇതൊരു ഡ്രൈ പൗഡർ ഫോമിലായിരിക്കും വരുന്നത്. 50 kg വേസ്റ്റ് മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ 5 kg ആണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ജനറലി വേസ്റ്റ് മാനേജ്മെൻറ്റിലുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് സ്മെല്ല്, അതുപോലെ തന്നെ ബൾക്ക് വേസ്റ്റ് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയുക, വെയിറ്റ്, ഒത്തിരി ബൾക്കായിട്ടുള്ള വേസ്റ്റ് മാനേജ് ചെയ്യാവുന്ന ഇഷ്യൂസ്, സ്പേസ് റിക്വയർമെൻറ്റ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ജനറലി വരുന്ന ഇഷ്യൂസ്. അവിടെയാണ് നമ്മുടെ മെഷീൻ ശരിക്കും കോമ്പാക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനായിട്ട് വരുന്നത്. കാരണം ഇപ്പോൾ ഒരു 50 kgയുടെ മെഷീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 meter ഹൈറ്റ്, വിഡ്ത്ത്, ലെങ്ത്ത് വരുന്ന സൈസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പേസ് റിക്വയർമെൻറ്റ്സ് വളരെ കുറച്ചാണ് വരുന്നത് നമ്മുടെ മെഷീൻസ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്മെല്ല് പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മെഷീനകത്ത് നമുക്ക് സിലിക്കൺ ഗാസ്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ സ്മെല്ല് ഒരിക്കലും പുറത്തോട്ട് വരില്ല. പിന്നെയാണ് സ്റ്റോറേജ് ചെയ്യാനുള്ളൊരു അഡ്വാൻറ്റേജ്. അതായത് ഇതിൻ്റെ ടാങ്കിനകത്ത് ഇപ്പോൾ ഒരാൾക്ക് 50 kg വേസ്റ്റ് ഉള്ളൂ ഒരു ദിവസം. ഇപ്പോൾ ഒരു 100 kg വേസ്റ്റ് ചില ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പം ഒരു 100 kg മെഷീൻ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 50 kg ഉള്ളെങ്കിൽ അതിൽ 50 kg ഇടാം. നെക്സ്റ്റ് ഡേ 50 kg ആഡ് ചെയ്ത ശേഷം ഒരു തവണ പ്രോസസ്സ് ചെയ്താൽ മതിയാവും. അപ്പോൾ പല ഡിഫറെൻറ്റ് ടൈമിൽ വരുന്ന വേസ്റ്റ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പവർ റിക്വയർമെൻറ്റ്സ് വരുന്നത് നമുക്ക് 3 phase കണക്ഷൻ റിക്വയർഡ് ആണ് മെഷീനകത്ത്. സിംഗിൾ ഫേസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ എമിഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. റോഡ് ആൻഡ് പ്രൂഫാണ്. അടിയിൽ പോർട്ടബിൾ വീൽസും ഉണ്ട്. പിന്നെ ഇപ്പോൾ സാധാരണ ഒരു മെഷീൻ നമ്മൾ വെക്കുമ്പോൾ, എവിടെയെങ്കിലും ക്രെയിൻ വെച്ച് വെക്കുമ്പോൾ വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഹുക്സ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹുക്സും ഉണ്ട്. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത് ഇതിനൊരു ഫിൽറ്റേഴ്സ് ഉണ്ട്. സക്കിങ്ങിന് അകത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ വാട്ടേഴ്സിനകത്ത്, അതായത് കണ്ടൻസ് ചെയ്ത് വരുന്ന വാട്ടറിൽ വേറെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള കണ്ടൻസ് വരാതിരിക്കാനായിട്ട്. പിന്നെ നമ്മുടെ കോൺടാക്ട് നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. അത്യാവശ്യമുള്ള ആൾക്കാർ അതിനകത്ത് കോൺടാക്ട് ചെയ്യും. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്.